നമ്മുടെ വയറിലെ ഫാറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ എക്സസൈസ് എന്ന പേരിൽ നിങ്ങൾ എങ്ങനെ തലകുത്തി മറിഞ്ഞാലും നിങ്ങൾക്ക് ഫാറ്റ് കുറക്കാൻ പറ്റില്ല. ബോഡിയിലെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കലോറി ഡെഫിസിറ്റ് ഡയറ്റ്, അതായത് പ്രോട്ടീൻസ്, അതുപോലെ തന്നെ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണം നിങ്ങൾ ക്രമീകരിക്കുക, എന്നിട്ട് വർക്കൗട്ട് ചെയ്യുക. ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, വയറ് കുറക്കാന്ന് പറഞ്ഞിട്ട് അവർ നിലത്ത് കിടന്നുകൊണ്ട് ഒരുപാട് അബ്ഡമൻ്റെ എക്സസൈസുകൾ ചെയ്യുക, ക്രഞ്ചസ്, റിവേഴ്സ് ക്രഞ്ചസ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഐസോമെട്രിക് എക്സസൈസ്, ഈ പ്ലാങ്ക് പോലത്തെ എക്സസൈസുകളൊക്കെ ഒരുപാട് ചെയ്യാം. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മളെ ബോഡി മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാൻ അല്ലെങ്കിൽ ടോൺ ചെയ്യാൻ. ഇപ്പം നമ്മൾ അബ്ഡമിനൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ അബ്ഡമിനൽ മസിൽസ് സ്ട്രെങ്തൻ ആവും, അതുപോലെ തന്നെ ടോൺ ആവും. ഇനി നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ. നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്തൊരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും അതിനുള്ള എനർജി നമ്മുടെ ബോഡിയിൽ വേണം. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി എനർജി ഉണ്ട്, കാരണം നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, അപ്പോൾ എനർജി കിട്ടുന്നുണ്ട്. ഈ എനർജി നമ്മൾ എങ്ങനെ ബേൺ ചെയ്യുന്നത്? നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, അല്ലെങ്കിൽ എഴുതുമ്പോൾ, ഇതിനൊക്കെ നമുക്ക് കലോറി വേണം. ഇനി നമ്മൾ ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ പോലും നമ്മുടെ ബോഡിക്ക് എനർജി വേണം, നമ്മുടെ സിസ്റ്റംസ് വർക്ക് ചെയ്യാൻ, ഹാർട്ട് അല്ലെങ്കിൽ നമ്മളെ ലങ്സ്, മറ്റുള്ള സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്യാൻ നമുക്ക് എനർജി വേണം. അപ്പോൾ നമുക്ക് ഒരു ലിമിറ്റഡ് എനർജി മാത്രം മതി. അതായത് ഇപ്പോൾ ഒരു 60-70 kg ഉള്ള ഒരാളൊക്കെ ആണെങ്കിൽ ആൾക്ക് ചിലപ്പോൾ ഒരു ദിവസം വേണ്ടത് 1600 കലോറീസ് അല്ലെങ്കിൽ 1700 കലോറീസ് ഒക്കെ വേണ്ടി വരുള്ളൂ. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2000 കലോറീസിൻ്റെ മുകളിലാവും. അപ്പോൾ ഈ 1600, 1700 ബോഡിക്ക് വേണ്ട കലോറീസ്, ബോഡിക്ക് വേണ്ട എനർജി ബോഡി ബേൺ ചെയ്യും. ബാക്കി വരുന്ന എക്സ്ട്രാ കലോറീസ്, നമ്മൾ എക്സ്ട്രാ കഴിക്കുന്ന ഈ കലോറീസ് എന്താവും? ബോഡിയിൽ ഈ സ്കിന്നിൽ, അഡിപ്പോസ് ടിഷ്യൂവിൽ, മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഇത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫാറ്റിന് നമ്മൾ കുറയ്ക്കണം. എന്ത് ചെയ്യണം? ആ ഫാറ്റിന് നമ്മൾ യൂസ് ചെയ്യണം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു, 60-70 kg ഉള്ള ഒരാൾക്കൊക്കെ ഒരു ദിവസം ആളുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ 1600 അല്ലെങ്കിൽ 1700 കലോറീസ് ഒക്കെ മതിയാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഭക്ഷണം ക്രമീകരിക്കുമ്പോൾ ആ ഒരു റേഞ്ചിൽ, ആ ഒരു കലോറീസിൽ ഒതുങ്ങുന്ന ഭക്ഷണം, അതിൽ പ്രോട്ടീൻ വേണം, അതിൽ കാർബോഹൈഡ്രേറ്റ് വേണം, ഹെൽത്തി ഫാറ്റ് വേണം, മറ്റുള്ള വൈറ്റമിൻസിനൊക്കെ സോഴ്സ് കണ്ടെത്തിയിട്ട് ഒരു കലോറി ഡയറ്റ് ചാർട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്തിട്ട് നമുക്ക് ബോഡിയിലുള്ള ഫാറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ല വർക്കൗട്ട് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ട്രെയിനിങ് ആണ്. നമ്മുടെ ബോഡിയിലുള്ള എല്ലാ മസിൽസിനെയും ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വെയിറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് എന്താ പറയുക, ഫാറ്റ് കുറക്കാൻ നോക്കുക. വെയിറ്റ് ട്രെയിനിങ് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, മറ്റുള്ള വർക്കൗട്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും കുറച്ച് കൂടുതൽ കലോറീസ് നമുക്ക് വെയിറ്റ് ട്രെയിനിങ്ങിൽ ബേൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാർഡിയോ എക്സസൈസുകൾ, ജോഗിങ്, വാക്കിംഗ്, സൈക്ലിംഗ്, അല്ലെങ്കിൽ മറ്റുള്ള ഗെയിമുകൾ, ഫുട്ബോൾ, ഹോക്കി, ബാസ്കറ്റ് ബോൾ, ഇതൊക്കെ കാർഡിയോ ആയിട്ടുള്ള എക്സസൈസുകളാണ്. അപ്പോൾ അതിന് നമ്മൾ ഒരു മണിക്കൂറൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഇങ്ങനെ ഈ കാർഡിയോ ചെയ്യുമ്പോൾ നമുക്ക് 300 കലോറി അല്ലെങ്കിൽ 350 കലോറീസ് ബേൺ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് നമ്മൾ ഇപ്പോൾ നല്ലൊരു വെയിറ്റ് ട്രെയിനിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 500 മുതൽ 800 കലോറീസ് വരെ നമുക്ക് ബേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്ട്രാ കലോറീസ് നമുക്ക് ഒരു ദിവസം ബേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മാത്രമല്ല, നമ്മളൊരു ഹെൽത്തി ഡയറ്റ്, ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു കലോറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് 3 ബെനിഫിറ്റുകളുണ്ട്. ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെയിൻ ഗോളായിട്ടുള്ള കലോറി ബേണിങ് ഫാസ്റ്റായിട്ട് നടക്കും. ഫാസ്റ്റ് മീൻസ് നമുക്ക് കൂടുതൽ കലോറീസ് ബേൺ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള മസിൽസ്, ലിഗമെൻറ്റ്സ്, ടെൻഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാവും, നല്ലൊരു ഫിസിക് ഉണ്ടാവും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ്. അതായത് 1 ഗ്രാം ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 കലോറീസാണ്. നിങ്ങൾ ഈ 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റോളം നിങ്ങൾ സ്റ്റൊമക്കിന് വേണ്ടിയിട്ട് നല്ല ഹാർഡായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ബേൺ ചെയ്യുന്നത് 40 കലോറീസ് അല്ലെങ്കിൽ 50 കലോറീസ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുക, 1 ഗ്രാം ഫാറ്റ് എന്ന് പറഞ്ഞാൽ 9 കലോറീസാണ്. അപ്പോൾ നിങ്ങൾ 40 അല്ലെങ്കിൽ 50 കലോറീസ് ബേൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഫാറ്റായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ നിങ്ങൾ 5 ഗ്രാം അല്ലെങ്കിൽ 6 ഗ്രാമോളം ഫാറ്റ് കുറക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല ഞാൻ കുറച്ചത് ഫാറ്റ് തന്നെ ആണോ എന്ന്. കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ പല തരത്തിലുള്ള എനർജീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെയിൻ എനർജി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, അതിനിടയ്ക്ക് ATP, ADP, പ്രോട്ടീൻ, അതൊരു എനർജിയാണ്, അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സപ്പോർട്ടീവ് ആയിട്ട് ഫാറ്റ് എനർജി. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ 200 കലോറീസ് ബേൺ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഫാറ്റ് ആണോ കുറച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളിപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള, നല്ലൊരു കലോറി ഡെഫിസിറ്റ് ഡയറ്റിൽ നമ്മൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്തിട്ട് നല്ലൊരു വെയിറ്റ് ട്രെയിനിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു 1 hour പ്രോഗ്രാം എടുക്കുക. ഈ 1 hourൽ ഫസ്റ്റ് 1 മിനിറ്റ് മുതൽ 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റോളം നമ്മളെ ബോഡി
എന്താ പറയുക ഈ വർക്കൗട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ്, അതായത് ഗ്ലൂക്കോസ് എനർജി. നമ്മളെ മസിൽസിൽ, ബ്ലഡിൽ, അതുപോലെ തന്നെ ലിവറിലൊക്കെ സ്റ്റോർ ആയി കിടക്കുന്ന ഗ്ലൂക്കോസ് എനർജി ഗ്ലൈക്കോജൻ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബോഡി എനർജി ആയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റോളം നല്ല ഹെവി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ബോഡിയിൽ സ്റ്റോർ ആയി കിടക്കുന്ന ഗ്ലൂക്കോസ് എനർജി എന്താവും, പതുക്കെ തീരാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, ബോഡി ഫാറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങും എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ബോഡിയിൽ ഫാറ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്.